ആദായ നികുതി അടയ്ക്കാത്ത ക്രൈസ്തവ ജീവനക്കാരുടെ വിവരങ്ങൾ ആരാഞ്ഞ മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഉത്തരവ് വിവാദത്തിൽ മിനിഞ്ഞാന്നാണ് ഉത്തരവിറക്കിയത്. വിവാദമായതോടെ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പിൻവലിച്ചു. സംഭവത്തിൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ബുദ്ധിയുള്ളവർ ഇങ്ങനെ ഉത്തരവിറക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. നമ്മൾ എത്ര സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണ് ഇവരെന്ന് അവർ തെളിയിക്കല്ലേ? ഇങ്ങനൊരു നോട്ടീസ് അയക്കാമോ? ആരെങ്കിലും വിവരാവകാശ പ്രകാരം ഇത് കൊടുത്താൽ വിവരാവകാശ നിയമം എന്താണെന്ന് അറിയുന്നത്. ഇങ്ങനെ ഒരു നോട്ടീസ് താഴേക്ക് കൊടുക്കാമോ? നടപടി എടുക്കണം അവർക്കെതിരെ, ചെയ്തവർക്കെതിരെ. സമീർ ബിൻ കരീം വിവരങ്ങൾ വെച്ചിരുന്നു. സമീർ, എനിക്ക് തോന്നുന്നു എന്തോ ഒരു പരാതി പോയിരുന്നു. പരാതിയുടെ തുടർച്ചയിലാണ് സർക്കുലർ. പക്ഷേ അത് ആദായ നികുതി വകുപ്പ് നമ്മുടെ ഇവിടുത്തെ പരിധിയിലല്ല എന്നുപോലും അറിയാത്ത ഉദ്യോഗസ്ഥനാണോ ആ സർക്കുലർ ഇറക്കിയത്? സമീർ, ഹാഷ്മി, മലപ്പുറം അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് പ്രധാന അധ്യാപകർക്ക് ഇത്തരമൊരു ഉത്തരവ് ഇറക്കി നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ആദായ നികുതി അടക്കാത്ത ക്രൈസ്തവ ജീവനക്കാരുടെ വിവരങ്ങൾ ലഭ്യമാക്കണം എന്നുള്ളതായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ നികുതി അടക്കാത്തവരുടെ വിവരങ്ങൾ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു ഈ കത്തില് നിർദ്ദേശമുണ്ടായിരുന്നത്. ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് മറുപടി നൽകാൻ കൂടിയാണ് ഈ കത്തയച്ചത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്. പിന്നാലെ ഇത് വിവാദമാവുകയും ചെയ്തു. അതോടുകൂടി ഈ കത്ത് പിൻവലിച്ചു എന്നുള്ളതാണ്. വിജിലൻസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം വന്നത് എന്നുള്ളതാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നാലെ പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ബുദ്ധിയുള്ള ആരെങ്കിലും ഇത്തരത്തിലുള്ള ഉത്തരവ് ഇറക്കുമോ എന്നുള്ളതായിരുന്നു. പിന്നാലെ ഈ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വർഗീയ പ്രചാരണമൊക്കെ തന്നെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടിയാണ് ഈ ഉത്തരവ് പിൻവലിച്ചത്. ഹാഷ്മി. ഓക്കെ, സമീർ ബിൻ കരീമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.